നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇതാ ലാ ലീഗയിൽ ഇന്ന് FC ബാഴ്സലോണ റയൽ മാഡ്രിഡുമായിട്ട് ഏറ്റുമുട്ടുന്നു. തീർച്ചയായിട്ടും ബാഴ്സ ഇന്ന് കിരീടം ചൂടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. അതിനിടയ്ക്ക് റാഫിഞ്ഞയുമായി ബന്ധപ്പെട്ട് പല വാർത്തകൾ പലപ്പോഴായിട്ട് കേട്ടുകൊണ്ടിരുന്നതിനെ അദ്ദേഹം ഇപ്പോൾ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഫബ്രിസോ റൊമാനോ അടക്കമുള്ളവർ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. റാഫിഞ്ഞ സൗദി അറേബ്യയിലേക്ക് പോയേക്കുമെന്ന തരത്തിലുള്ള വാർത്ത കഴിഞ്ഞ 1-2 സമ്മർ ട്രാൻസ്ഫർ വിൻഡോകളുടെ സമയത്തൊക്കെ പ്രചരിക്കുന്നതാണ്. അതിപ്പോൾ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോ വരുമ്പോൾ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതിലാണ് ഒരു ക്ലാരിഫിക്കേഷൻ റാഫിഞ്ഞ നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഐ സീ മൈസെൽഫ് അറ്റ് ബാഴ്സ ഫോർ മെനി ഇയേഴ്സ്. ഇപ്പോൾ സൗദിയിലേക്ക് പോകില്ല എന്നല്ല, അടുത്ത കുറേ കൊല്ലത്തിന് എന്നെ ബാഴ്സ വിട്ട് എവിടെയും പോകുന്നതായിട്ട് താൻ കരുതുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതില്ല, സൗദിയിലേക്കില്ല, സൗദിയിലേക്കെന്നല്ല എങ്ങോട്ടുമില്ല. അതാണ് അദ്ദേഹം പറയുന്നത്. ഐ സീ മൈസെൽഫ് അറ്റ് ബാഴ്സ ഫോർ മെനി ഇയേഴ്സ്. ഒരുപാട് വർഷക്കാലത്തേക്ക് ഞാൻ ബാഴ്സയിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് 2028 വരെ ഇവിടെ കോൺട്രാക്റ്റ് ഉണ്ട്. ഇനി ക്ലബിന് ഒരു ചർച്ചയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഐ എം ഓപ്പൺ ദാറ്റ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. എന്ന് പറഞ്ഞാൽ തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ക്ലബിന് മറ്റെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാനോ അല്ല മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ശരി, ക്ലബിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനും താൻ തയ്യാറാണ് എന്നുകൂടി റാഫിഞ്ഞ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ചുരുക്കത്തിൽ നിലവിലൊരവസ്ഥയിൽ അദ്ദേഹം ബാഴ്സലോണ വിട്ടു പോവില്ല എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു. എന്തായാലും എന്ത് സംഭവിക്കും എന്നുള്ളത് അദ്ദേഹം തന്നെ ക്ലിയർ ആക്കിയ സ്ഥിതിക്ക്, പ്രത്യേകിച്ച് അൻസി ഫ്ലിക്കിന് അദ്ദേഹത്തിൽ താല്പര്യമുള്ള സ്ഥിതിക്ക് ഇനിയിപ്പോൾ അദ്ദേഹം ബാഴ്സ വിട്ടു പോകാനുള്ള സാധ്യതയില്ല. ഇന്ന് എന്ത് സംഭവിക്കും കളിക്കളത്തിൽ എന്ന് മാത്രമാണ് ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടതുള്ളൂ. ഇന്ന് ബാഴ്സലോണ വിജയിച്ച് കിരീടം സ്വന്തമാക്കുമോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.